ഹായ് നമസ്കാരം. ഞാനിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പോകുന്ന വഴി കോടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയായിരുന്നു പൊറോട്ട കഴിക്കാൻ വേണ്ടി. ഇവിടെ 10 രൂപയ്ക്ക് പൊറോട്ടയും 70 രൂപയ്ക്ക് ബീഫ് കറിയും കിട്ടുന്ന ഒരു കടയാണ്. നമുക്കൊന്ന് കയറി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇത് ഹോട്ടലിൻ്റെ ഓണർ രാജേഷ് എന്ന് പറയും. ചേട്ടാ, ഇവിടെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഹോട്ടല്? നമ്മളിത് ഇവിടെ ഇപ്പം ആല പഞ്ചായത്തിൽ നമ്മൾ 9ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. അടുത്ത മാസം നമ്മൾ 9ാം വർഷത്തിലേക്ക്. 9 വർഷമായി. 9ാം വർഷത്തിൽ. ചേട്ടാ, ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണോ, വീട്ടുകാർ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഫുഡുകളെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ വൈഫുണ്ട്. ഞങ്ങളൊരു കൂട്ടായ ഒരു രീതിയിലാണ് ഞങ്ങൾ വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വീട്ടുകാർ വീട്ടിലെ ഫുഡ് എന്ന് പറയാം അല്ലേ? വീട്ടിലെ ഫുഡ് എന്ന് തന്നെ പറയാം. അതായത് ഞങ്ങൾ രാവിലെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം ഇതിനകത്തുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പണിക്കാരായാലും എല്ലാം ഞങ്ങൾ ഒരേ മെത്തേഡിലുള്ള ആൾക്കാരാണ് ഇവിടെ നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഐറ്റം ഉള്ളത്? ഞങ്ങൾക്ക് ഇവിടെ രാവിലെ തുടങ്ങുമ്പോൾ ഞങ്ങൾ അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ഊണുണ്ട്, ബിരിയാണിയുണ്ട്, കപ്പയുണ്ട്, ചോറ്. കറികൾ എന്തൊക്കെയാണ് ഉള്ളത്? കറി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കറി, കടലക്കറി, വെജിറ്റബിൾ കറി, ബീഫ് കറി, ചിക്കൻ കറി, മീൻ കറി, എല്ലുകറി. ഇടയ്ക്ക് നമ്മൾ ഓർഡറുകൾ എടുത്ത് വെളിയിൽ കൊടുക്കുന്നുണ്ട്. അത് അവർ പറയുന്ന ഓരോ വീട്ടുകാരുടെ ആവശ്യാനുസരണം നമ്മൾ ഓർഡറുകൾ എടുത്ത് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോട്ടി ഫ്രൈ ഉണ്ടല്ലേ? പോട്ടി ഫ്രൈ ഉണ്ട്. അത് നമുക്ക് പോട്ടി ഫ്രൈ, എല്ലുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം 6 മണി തൊട്ട് നമുക്ക് നല്ല രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്ത് പോകും. നമുക്കൊരു 6 മണിക്ക് തുടങ്ങുന്ന ഒരു സാധനം നമുക്കൊരു 7:30, 7:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എല്ലുകറി എന്താ റേറ്റ്? എല്ലുകറി നമ്മൾ കൊടുക്കുന്നത് 100 രൂപയാണ് റേറ്റ്. അത് ഒരാൾ ഒരു കപ്പയും ഒരു എല്ലുകറിയും കഴിച്ചാൽ അവർക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാനുള്ള ആഹാരം നമുക്ക് കൊടുക്കുന്നുണ്ട്. പോട്ടി ഫ്രൈയോ? പോട്ടി ഫ്രൈ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലേറ്റിന് 80 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. പൊറോട്ടയ്ക്ക് 10 രൂപ ഉള്ളല്ലേ? പൊറോട്ട 10 രൂപ. എല്ലായിടും 12. ഇപ്പോൾ എല്ലായിടവും 12 രൂപ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു നാട്ടിൻ പ്രദേശത്തെ രീതി കച്ചവടം ആയതുകൊണ്ട് നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നല്ല സൂപ്പർ പൊറോട്ടയാണ് ഇവിടുത്തെ. 10 രൂപയ്ക്ക് നല്ല വലിയ പൊറോട്ടയാണ്. 10 രൂപയ്ക്ക് നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ്. നല്ല ചൂട് പൊറോട്ടയാണ്. നല്ല പൊറോട്ടയാണ്. നല്ല പൂ പോലിരിക്കുന്ന പൊറോട്ടയാണ്. നല്ല ചൂട് പൊറോട്ട. ഇതാണ് പൊറോട്ട. നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂട് പൊറോട്ടയും 70 രൂപയുടെ ബീഫ് കറിയാണ്. ഹാഫ് ബീഫ് കറി ഫുള്ളിന് 110 രൂപയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ കഴിച്ച് വേണ്ട നല്ല അടിപൊളി ഗ്രേവിയുള്ള നല്ല ബീഫ് കറിയാണ്. നല്ല സൂപ്പറാണ്. നല്ല ചൂട് പൊറോട്ടയാണ്. ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത്. അടിപൊളി സൂപ്പറാണ്. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. അടിപൊളി കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാം. ഹാഫാണ്. നല്ല ബീഫുണ്ട് ഇതിനകത്ത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പൊറോട്ട ഇഷ്ടപ്പെട്ടിട്ട് കണ്ട ഒരു പൊറോട്ടയുടെ വാങ്ങിച്ചിരിക്കുകയാണ്. കണ്ട ഗ്രേവി ഉണ്ടോ? അടിപൊളി ഗ്രേവിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേപോലത്തെ. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ തന്നെ ഉണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. രാജേഷ് എന്ന് പറഞ്ഞാലും ഭാര്യയും സഹോദരനും എല്ലാം കൂടെ ചേർന്നിട്ട് വീട്ടിലെ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, നല്ല സൂപ്പർ പൊറോട്ടയാണ് ഇത് കേട്ടോ. നല്ല ചൂട് പൊറോട്ടയാണ്. അടിപൊളി. ബീഫ് കറിയും അടിപൊളിയാണോ. നമ്മൾ ബീഫ് കറിയും പൊറോട്ടയുമാണ് വാങ്ങിച്ചത്. കൂടാതെ പോട്ടി ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ കടയിലൊന്ന് കയറി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഗൈസ്, ഈ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര ചെങ്ങന്നൂർ റോഡാണ്. കോടുകുളഞ്ഞി ജംഗ്ഷനിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്.